പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. സൈനിക ശേഷി ശക്തിപ്പെടുത്താൻ പ്രതിരോധ ബജറ്റിൽ വലിയ തുക നീക്കിവച്ചിരിക്കുകയാണ് സൗദി അറേബ്യ. 2030 തങ്ങളുടെ സൈനിക ബജറ്റിന്റെ 50% പ്രതിരോധ വ്യവസായ മേഖലയുടെ വികസനത്തിനായാണ് രാജ്യം ചെലവഴിക്കുകയെന്ന് ഗവർണർ അഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അൽ ഒഹാലി വ്യക്തമാക്കി. തുർക്കിയിലെ അന്റാലിയയിൽ നടന്ന ഗ്ലോബൽ സ്ട്രാറ്റജീസ് ഇൻ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ഇൻഡസ്ട്രി കോൺഫറൻസിൽ വെച്ചായിരുന്നു ഒഹാലി ഇക്കാര്യം പറഞ്ഞത്. 1960 മുതൽ രാജ്യത്തിന്റെ സൈനിക ചെലവ് 4.5% എന്ന നിരക്കിൽ വളരുകയാണ്. 2024 ബജറ്റിന്റെ പ്രതിരോധ ബജറ്റ് $75.8 ബില്യൺ ആയിരുന്നു. ആഗോള സൈനിക ചെലവായ $2.44 ട്രില്യൺ 3.1% വരും ഇത്. അടുത്തിടെ സൗദി തങ്ങളുടെ ആയുധ സംഭരണ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ച റിപ്പോർട്ടുകളുണ്ടായിരുന്നു. 6ാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കാൻ ഇറ്റലി, ജപ്പാൻ, UK എന്നീ രാജ്യങ്ങൾ സംയുക്തമായി വികസിപ്പിക്കുന്ന യൂറോപ്പിന്റെ ജോയിന്റ് ഗ്ലോബൽ എയർ കോമ്പാക്ട് പ്രോഗ്രാമിന്റെ ഭാഗമാകാനുള്ള നടപടികൾ രാജ്യം സ്വീകരിച്ചിരുന്നു. ഏകദേശം $6 ബില്യൺ പ്രതിരോധ കരാറിനായി സൗദി അറേബ്യയും തുർക്കിയും തയ്യാറെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ സ്വപ്ന പദ്ധതിയായ വിഷൻ 2030 വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് നിലവിൽ സൗദി. എണ്ണ ഇതര വരുമാനമാണ് പദ്ധതിയുടെ രാജ്യം ലക്ഷ്യം വെക്കുന്നത്. ഇതേസമയം ശക്തമായ പ്രതിരോധ വ്യവസായം കെട്ടിപ്പടുക്കുന്നതിനുള്ള തന്ത്രങ്ങളുടെ വിഷൻ 2030 ഭാഗമായി നടക്കുന്നുണ്ടെന്ന് ഒഹാലി വ്യക്തമാക്കി. പ്രതിരോധ മേഖലയിൽ വിദേശ ആഭ്യന്തര നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി സൈനിക വ്യവസായങ്ങളുടെ ജനറൽ അതോറിറ്റി ഇതിനോടകം തന്നെ നിരവധി പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യം നേടിയ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്ന നടപടികളും GAMI സ്വീകരിച്ചിട്ടുണ്ട്. ദേശീയ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും ശക്തിപ്പെടുത്തുകയാണ് സൈനിക വ്യവസായം കെട്ടിപ്പടുക്കുന്നതിലൂടെ സൗദി ആഗ്രഹിക്കുന്നതെന്ന് ഒഹാലി പറഞ്ഞു. സമ്പദ് വ്യവസ്ഥയെ വൈദഗ്ധ്യവൽക്കരിക്കാനും ദീർഘകാല സ്ഥിരതയും ആഗോള സ്വാധീനവും ഉറപ്പാക്കാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെ സൗദി ലക്ഷ്യം വയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. മിഡിൽ ഈസ്റ്റിലും മുസ്ലിം രാജ്യങ്ങൾക്കിടയിലും തങ്ങളുടെ ആധിപത്യം നിലനിർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കാനുള്ള സൗദിയുടെ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് തുർക്കിയുടെയും ഇറാന്റെയും വർദ്ധിച്ചു വരുന്ന സൈനിക ശക്തിക്ക് മറുപടി എന്ന നിലയിൽ വളരെയധികം മലയാളികൾ ജോലി ചെയ്യുന്ന സൗദിയിൽ സ്വദേശീവൽക്കരണം ശക്തമാവുകയാണ്. സ്വകാര്യ മേഖലയിലെ 269 തൊഴിലുകളിൽ നിർബന്ധിത സൗദിവൽക്കരണം നടപ്പാക്കുന്നു. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. അക്കൗണ്ടിംഗ്, ഫാർമസി, ദന്തചികിത്സ, ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി 269 മേഖലകളിലാണ് സ്വദേശീവൽക്കരണം നടപ്പാക്കുക. ആരോഗ്യ വാണിജ്യ മന്ത്രാലയം, മുനിസിപ്പാലിറ്റി, ഭവനകാര്യ മന്ത്രാലയം എന്നിവയുമായി സഹകരിച്ചായിരിക്കും തീരുമാനം നടപ്പാക്കുന്നത്. സ്വദേശി ജീവനക്കാരെ പിന്തുണയ്ക്കാനും വിവിധ മേഖലകളിൽ അവർക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള തൊഴിൽ വിപണി തന്ത്രത്തിന്റെയും വിഷൻ 2030 ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും വിവിധ തൊഴിൽ മേഖലകളിൽ സൗദിവൽക്കരണം ഉയർത്താനാണ് പുതിയ തീരുമാനങ്ങളിലൂടെ മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. 5ഉം അതിൽ കൂടുതലും പേർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ജൂലൈ 23 മുതൽ സ്വദേശീവൽക്കരണം 30% ഉയർത്തും. സ്വദേശീവൽക്കരണം സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ MHRSD തങ്ങളുടെ വെബ്സൈറ്റിൽ വിശദീകരിച്ചിട്ടുണ്ട്. സ്വദേശീവൽക്കരണം, പ്രാദേശികവൽക്കരണം കണക്കാക്കുന്നതിനുള്ള സംവിധാനത്തെക്കുറിച്ചും നിയമലംഘകർക്കെതിരായ പിഴ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങളും വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്.